ഞാനൊരു അടിപൊളി 4 മണി പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത്. 2 മുട്ട കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ചെയ്യാവുന്ന നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വൈകിട്ട് 4 മണിക്ക് ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കിടിലൻ സ്നാക്കാണിത്. അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 മുട്ട പൊട്ടിച്ചിട്ട് ഇപ്പോൾ ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നല്ല പോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയിലാണിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പകുതി ഭാഗത്തോളം മാത്രം റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട മിക്സ് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല പോലെ പൊങ്ങി വരും. അപ്പോൾ ഈ കുഴിയുടെ ഒരു 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ വെന്തോളൂ, അടച്ചു വെക്കൊന്നും വേണ്ട. അപ്പോൾ ഒരു വശം നന്നായിട്ട് കുക്കാവുമ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇവിടെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്ന് ചുങ്ങിപ്പോകും കേട്ടോ. മുട്ടയൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് ചട്ടിയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 ട്രിപ്പിലായിട്ടാണ് കേട്ടോ ഈ മുട്ടയൊക്കെ ഇവിടെ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ വേവിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഇതുപോലെ അല്ല കേട്ടോ ഇത് സെർവ് ചെയ്യുന്നത്. ഇത് ഫ്രൈ ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഞാനിപ്പോൾ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫ്രൈ ആക്കാനുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. എഗ് ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു ബാറ്റർ ഉണ്ടാക്കില്ലേ, അതുപോലത്തെ ഒരു ബാറ്ററാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് കടലമാവ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് മൈദയും ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു തിക്ക് ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ബാറ്റർ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് 4 മുട്ട കൊണ്ട് നമുക്ക് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ 2 മുട്ടയുള്ളൂ വേവിച്ചെടുത്തിട്ട്. അപ്പോൾ ബാക്കി ബാറ്റർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിറ്റേ ദിവസം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ തന്നെ ബജി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഇപ്പോൾ ഞാനിവിടെ നല്ല പോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള മുട്ട ഈ ബാറ്ററിലൊന്ന് മുക്കിയിട്ട് ഈ ചൂടായ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്യാണ് വേണ്ടത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ബാറ്റർ ഒന്ന് മാത്രം ഒന്ന് കുക്കായാൽ മതി കേട്ടോ. മുട്ട അതിൻ്റെ ഉള്ളിലുള്ള മുട്ട നമ്മൾ ആൾറെഡി വേവിച്ചതാണ്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എഗ് ബജിയൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിൽ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ സാധാരണ എഗ് ബജിയൊക്കെ ഉണ്ടാക്കാറുള്ളത് മുട്ടയൊക്കെ പുഴുങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ ഇനി നിങ്ങൾ മുട്ട ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. നമ്മൾ കുരുമുളകൊക്കെ ഇട്ട് മുട്ട ആദ്യം തന്നെ വേവിച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്